കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അത്ഭുത കഥകൾ, ഭഗവാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും അവരുടെ അനുഭവ കഥകൾ മറ്റ് ഭക്തർക്ക് കൂടി ശ്രവിക്കാൻ കഴിയുകയും ആവുന്ന രീതിയിലാണ് ഈ ചാനൽ പ്രവർത്തിച്ചു വരുന്നത്. അതിനൊപ്പം തന്നെ പല വിശിഷ്ട ആൾക്കാരും, പല സ്ഥലത്തിരിക്കുന്നവരും, ഭഗവാനെ കണ്ടിട്ടില്ലാത്തവരും, അതുപോലെ ശരിക്ക് ആത്മജ്ഞാനം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു വഴികാട്ടിയും കൂടിയാണ് ശരിക്ക് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ. അപ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് രവീന്ദ്രൻ ആശാരിയാണ്. കള്ളിക്കാടും അതുപോലെ കുറ്റിച്ചലാണ് അദ്ദേഹം താമസിക്കുന്നത്. ആശ്രമത്തിൻ്റെ വളരെ ഒരു വിളിപ്പാട് അകലെയാണ് ഇദ്ദേഹം കൊച്ചിലെ താമസിച്ചിരുന്നത്. അപ്പോൾ ആശ്രമവുമായിട്ട് കൊച്ചുനാൾ തൊട്ട് ബന്ധമുള്ള ആളാണ്. കാരണം ഞാനും വളരെ കൊച്ചിലെ തൊട്ട് കാണുന്ന ആളുമാണ്. അപ്പോൾ മണിയം മേസ്രി എന്ന് പറഞ്ഞാൽ അറിയാവൂ. കാരണം ഞങ്ങളെയൊക്കെ വീട്ടിലെ അത്യാവശ്യ പണിക്കെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹമായിരുന്നു പണ്ട്. ഇപ്പോൾ അദ്ദേഹം കുറ്റിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഭഗവാനുമായിട്ട് കൊച്ചുനാൾ തൊട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഭക്തർക്ക് വേണ്ടി പങ്കുവയ്ക്കും. ഞാൻ ഭഗവാനെ കാണുന്നത് എനിക്ക് 10 വയസ്സും ഭഗവാൻ 30 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ വീട് കഴിഞ്ഞാണ് അവിടെ ഈ കാണിക്കുളത്ത് എന്ന് പറയുന്ന ഒരു ഇതുപോലെ കൊല്ലനായ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. ആ അപ്പൂപ്പൻ്റെ വീട്ടിലായിരുന്നു പുള്ളി ആദ്യമായിട്ട് വരുന്നത്. പാകവര ചിപ്പം പാകവര. ആ പുള്ളിയുടെ പേര് ചിപ്പം പാകവരാണ്. അത് പാകവരായത് പ്രായം ചെന്നതിന് ശേഷം പിന്നെ ജോലിക്ക് പറ്റാത്തത് എനിക്ക് കേട്ടറിവേ ഉള്ളൂ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയെ അവിടെ പുള്ളി പാകവര് അവിടെ വരുമ്പോൾ എൻ്റെ അമ്മയെ മക്കളെ എന്ന് വിളിച്ച് അവിടെ നിന്നാണ് ഒരു കട്ടൻ ചായയും ഒരു പപ്പടമായിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അറിവായ കാലം 10 വയസ്സേ ഉള്ളൂ, എനിക്ക് അത്ര അറിവേ ഉള്ളൂ. എന്നാലും അങ്ങനെ ഒരു തെരു പാടിയാണ് പുള്ളിയുടെ ജീവിതമായിരുന്നത്. ചിപ്പാമ്പാവര്. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ ഒരു പുതിയ ആളുമായിട്ട് വരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത്, ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഞങ്ങളുടെ കുടുംബം വിചാരിച്ചത് പുള്ളിയുടെ 2 ആൺമക്കളുണ്ട്. അപ്പോൾ അതിൽ ഒരാളാണെന്നാണ് വിചാരിച്ചത്. രാത്രിയാണ് വരുന്നത്. വന്ന് മക്കളെന്ന് വിളിച്ച് കട്ടൻ ചായ എത്താന്ന് ചോദിച്ചപ്പം പറഞ്ഞ് വേണ്ട, ഞാൻ വേറൊരാളുകൂടെ ഉണ്ട്, അത് നാളെ മുതൽ ആയിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഇവർ 2 ആളും കൂടെ പോകുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് ഈ അന്നത്തെ ചിമ്മിനി വിളക്ക്
തീപ്പെട്ടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അത് എന്ന് വന്നാലും ഒരു തീപ്പെട്ടിയും മുളകും പുള്ളി എൻ്റെ ഈ ചിപ്പം പാവരെ കൊണ്ട് കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഞങ്ങൾ കഴിഞ്ഞ് വന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പോയി. അതിനുശേഷം ഈ നമ്മുടെ ചിന്താലയം അവർകൾ ഇവിടെ അപ്പോഴൊന്നും യഥാർത്ഥ സ്വാമിയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. 30 വയസ്സേ ഉള്ളൂ. ഞാനും വിളിച്ചുകൊണ്ടിരുന്നത് മാമൻ എന്നാണ് വിളിച്ചത്. ആ മാമനെന്ന് വിളിച്ചത് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ പുള്ളി അവിടെ വന്നത് തന്നെ റബ്ബർ കത്തിരാവാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇതിന് ഈ റബ്ബർ കത്തി പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായം കൂടെ അന്ന് വേണം. എന്താണെന്ന് വെച്ചാൽ ഈ തുരുത്തി പിടിച്ചു കൊടുക്കണം. തുരുത്തി പിടിച്ചു കൊടുത്താൽ ഈ പണി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് തക്കമുള്ള ആളുകളൊന്നും അന്ന് ആരുമില്ല. ഞങ്ങളുമായിട്ടൊക്കെ എൻ്റെ അടുത്ത് മാത്രമേ കൂടുതൽ സംസാരിക്കൂ. എൻ്റെ അച്ഛനുമായിട്ടും ഞാനുമായിട്ട് സംസാരിക്കും. ഞങ്ങളുടെ ബാക്കിയുള്ളവരുമായിട്ട് സംസാരിക്കില്ല. എൻ്റെ വീട് കഴിഞ്ഞ് വഴി തടത്തിൻ്റെ സൈഡാണ്. അപ്പം പോകുമ്പോഴും വരുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കും. എനിക്ക് പോയിട്ട് വരുമ്പം അന്നത്തെ ഈ നാരങ്ങ മുട്ടായി ഉണ്ട്. 5 മുട്ടായി കൊണ്ടുവരും. അതിൽ 1 മുട്ടായി 2 മുട്ടായി എനിക്കും തരും. അങ്ങനെ ഈ തുരുത്തി പിടിച്ചു കൊടുക്കുന്ന ജോലി അത്രയും എനിക്കാണ്. അന്ന് 5 കത്തിരാവും. എൻ്റെ സമയം നോക്കിയാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോഴും ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഡേറ്റും കൂടെയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന. അപ്പോൾ 4ാം ക്ലാസ് എനിക്ക് ഏകദേശം തീരാറായി. പിന്നീട് പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ നിൽക്കണതിൻ്റെ അന്ന് ഞാൻ 24 മണിക്കൂറും അവിടെയാണ്. രാത്രിയും ചില ദിവസങ്ങളിൽ ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചും കൊണ്ട് ഞാൻ അവിടെ പോയി കിടക്കാം. പിന്നെ ഈ ചിപ്പാമ്പാര എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചിന്താലയം ഭഗവാനെ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം പിന്നെ ആ അപ്പൂപ്പനെ ഇന്ന് വരെ കണ്ടിട്ടേയില്ല. ആ അപ്പൂപ്പൻ്റെ പേരിനൊരു 17 സെൻറ്റ് സ്ഥലവുമുണ്ട്. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് കൂടി ചിന്താലയം ഈ ഭഗവാൻ അവിടെ താമസിക്കുമെന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ അപ്പൂപ്പ അവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ പോയത്. പിന്നെ കണ്ടതുമില്ല. ഭഗവാൻ ആ സ്ഥലം എടുത്തതുമില്ല. പിന്നെ ഭഗവാന്റെ പേരും പറഞ്ഞ് അവിടെ ഒരു ചെടി നട്ടിരുന്ന് എന്നെ നല്ലൊരു 60 ഇഞ്ച് വണ്ണമുള്ള ഒരു മരമായിട്ട് അത് വന്നു. അടുത്തുള്ള പെരടക്കാരൻ അതിനെ പതിപ്പിച്ചെടുക്കുകയും ചെയ്തു. പിന്നെ ഈ കാണിക്കണമെന്ന് പറഞ്ഞ ആ സ്ഥലത്തു നിന്ന് മാറാൻ കാര്യം 1-2 മദ്യപാനികളുണ്ട്. മദ്യപാനിയുടെ വീട്ടിൽ ഒരു 4 സഹോദരിമാരുണ്ടായിരുന്നു. അത് പുള്ളിക്ക് 4 സഹോദരിയുണ്ട്. അപ്പോൾ അത് വേറെ ആരുമില്ല, എൻ്റെ അലിയച്ഛൻ്റെ മക്കളാണ് ഇവരില്ല. അപ്പോൾ ഇവർ നമ്മളെ ഭഗവാനൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഭഗവാനെ തെറി വിളിക്കുകയും എൻ്റെ കാലിൽ പിടിച്ച് 2 കാലിൽ പിടിച്ച് മുറുക്കി എന്നെ വഴക്ക് പറയും. എൻ്റെ അച്ഛനെ വിട്ട് വിലക്കിക്കുകയും ചെയ്തു. അവിടെ പോകരുത്, അവനെ അവിടെ വിടരുത്, അത് ചെയ്തു തരിക, ഇത് ചെയ്തു തരില്ല എന്ന് പറഞ്ഞ്. അച്ഛൻ പറയും അവൻ അങ്ങ് പോട്ടെ, അവൻ കൊച്ചു ചേർക്കല്ലേ, അവരും അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന്. അവർക്കൊരു സഹായവുമായല്ല. അവനും ഇവിടെ കിടന്ന് കളിക്കാതെ അവൻ പോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ എന്നെ വിട്ടത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 5 വർഷത്തെ പഴക്കം അവിടെ തന്നെ ഉണ്ട്. അതായത് ഈ കാണിക്കുളം എന്ന് പറഞ്ഞ കള്ളിക്കാടിൻ്റെ 1ാം വാർഡാണ് കാണിക്കുളം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ വരമ്പാണ്. പിന്നീട് ഇങ്ങോട്ട് സ്ഥലമില്ല, ചാനൽ വരമ്പാണ്. സ്ഥലമുണ്ട്, ചാനൽ വരമ്പ് കഴിഞ്ഞ് പോകണം. അപ്പോൾ അവിടെ ഞാനും എന്തായാലും എൻ്റെ ഭഗവാനുമായിട്ട് ഞങ്ങളൊരു 5 വർഷം പങ്കുവയ്ക്കേണ്ടി വന്നു. രാത്രി ഞാൻ ചിലപ്പോൾ മിക്കവാറും അവിടെ ഉണ്ടാവും, രാത്രിയും ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് അന്നത്തെ ഭഗവാൻ അന്നൊരു ഓല കൊണ്ട് മുടഞ്ഞ് ഒരു മടൽ ഓല മുടഞ്ഞ് പകുതി ചീന്ത് വരണവരെ ഇരിക്കാനും ഒരു ചീന്തിലും തോർത്ത് വിരിച്ചാണ് ഞാനും ഭഗവാനും ഈ 5 വർഷം കിടന്നത്. അത് എനിക്ക് ഒരിക്കലും മറക്കാക്കില്ല. പിന്നെ അന്ന് സ്വാമിയാണെന്ന് അറിയാനും പറ്റില്ലായിരുന്നു. സത്യം അന്ന് ഇങ്ങനെ 30 വയസ്സായി ഒരു പാർട്ടിക്ക് സ്വാമിയൊന്നും പറയാൻ പറ്റത്തുമില്ല. അത് ആൾ കറുപ്പാണെങ്കിലും കൃഷ്ണ കറുപ്പാണ്. അത്ര സൗന്ദര്യമുള്ള ഒരു മനുഷ്യനായിട്ടാണ് അവിടെ വന്നത്. അത് എനിക്കിന്നും ആ മോഹഫേസ് ഇതുവരെ മാറിയിട്ടില്ല. അത് എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. പല ദിവസവും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഇങ്ങനെ കൊച്ചു 2 പിള്ളേർ ഒന്ന് എൻ്റെ സൗകര്യം കൂടെ ചിലപ്പോൾ വല്ലപ്പോഴും വരും. പലരുടെയും ചോദിച്ചിട്ടുണ്ട്. 2 പിള്ളേർ എൻ്റെ കൂടെ കൊച്ചിലെ അന്ന് ഉണ്ടായിരുന്നു, അവരൊന്നും എനിക്കറിയാൻ വയ്യാതായി എന്ന് പല ദിവസവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ 1-2 പേരോട് പറഞ്ഞു, പുതിയ പാർട്ടികളോട് ഞാൻ പറഞ്ഞു ഞാനാണ് ആ പാർട്ടി, ഞാനും എൻ്റെ സൗകര്യമാണ് എന്ന് പറഞ്ഞ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത് നേരിട്ട് കാണുകയും സംസാരിക്കുകയും എനിക്ക് അതിന് വേണ്ടി നല്ല ഒരു പ്രോത്സാഹനമൊക്കെ തന്നു. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ട് അങ്ങനെ അനുഗ്രഹം തന്നു വിട്ട്. പിന്നെ അതിനുശേഷം ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ തെറിവിളിയും ബഹളമൊക്കെ ആയതിനു ശേഷം കുറച്ച് ദിവസം പിന്നെ പുള്ളിയെ കാണാനില്ല. ഒരു ഏകദേശം 2-3 ആഴ്ച വരെ കാണാനില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം കള്ളിക്കാട്ട് ചെന്ന് നിന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു പയ്യൻ പറഞ്ഞ്, നമ്മളെ പനേര മൂട്ടിലിപ്പോൾ ഒരു ആലപ്പണി ചെയ്യാനായിട്ട് ഒരാൾ
വന്ന് ആലപ്പണി ചെയ്യാനായിട്ടുള്ള ഷെഡ് കെട്ടുന്നു എന്ന് എൻ്റെ അടുത്ത് കള്ളിക്കാട്ടിയത് ആരാ എനിക്ക് അന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ആരോ ഇങ്ങനെ പറഞ്ഞ് ഞാനിവിടെ ജോലിക്ക് പോകാനുള്ള ഞാൻ ഈ കൂടും കുടുക്കൊക്കെ കൊണ്ടുവന്ന് ആ കടയിൽ തന്നെ വെച്ചിട്ട് ഞാൻ നേരെ ഇവിടെ വന്നു. അപ്പം എനിക്ക് വരണമെങ്കിൽ അന്നും ഇന്നും സൈക്കിളൊന്നുമില്ല, നടന്നേ പോകാൻ പറ്റും. ഞാൻ അവിടെ നടന്നു ചെന്നപ്പോഴേ ഞാൻ കാണുന്നത് ഷെഡ് കെട്ടാനുള്ള പരിപാടിയാണ്. കമ്പും തൂണുമൊക്കെ കുഴിച്ച് നിർത്തിയിരിക്കുന്നു. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് നമ്മളെ സാറിൻ്റെ പേരെന്താ? എൻ്റെ ജഗന്നാഥൻ സാറിൻ്റെ അച്ഛനായിരുന്നു അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പാർട്ടിയെ നേരിട്ട് കണ്ടില്ല. ആരാന്ന് ചോദിച്ചു. അതിവിടെ ഉണ്ട്, നമുക്ക് എന്തായാലും ഒരു ഷെഡ് കെട്ടി എല്ലാവർക്കും കൂടെ ഷെഡ് കെട്ടി കൊടുക്കണം, ആ പുള്ളി കത്തിരാവാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആൾ കത്തിയത്. ഞാൻ ഇരുന്ന സ്ഥലത്ത് ഞാൻ പോയി. എനിക്കറിയാം ആൾ എവിടെ ഉണ്ടെന്നും ഇരിക്കണമെന്നും എനിക്കറിയാം. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ കാട്ടിൻ്റെ ഇടയിൽ സംഭവം ഇരിക്കുന്നു. അവിടെ നിന്ന് കടക്കാടാണ്, അവിടെ ആ സ്ഥലം കടക്കാടാണ്. ആ കടക്കാടിൻ്റെ വീട്ടിൽ ആരും കാണാതെ ഇരിക്കുകയാണ്. ഞാൻ ചെന്ന് കണ്ടു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ഇരിക്കുന്നതെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ തോന്നി ഇവിടെ ഇരിക്കണമെന്ന്. അങ്ങനെ ഞാൻ കാണാൻ വന്നതാണ്. അപ്പം അവിടത്തേക്ക് വേണ്ടി തന്നെ ഷെഡ് കിട്ടണമെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. പക്ഷെ അവിടത്തേക്ക് വേണ്ടിയാണ് തന്നെ എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഷെഡിൻ്റെ പണി തീരുന്നത് വരെ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞ ആളിൻ്റെ അച്ഛനാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നതും. ബാക്കി കുറേ പേരുണ്ടായിരുന്നു. ഷെഡ് കെട്ടി അവിടെ നിന്ന് ആലപ്പണി തുടങ്ങി. പിന്നീട് അതിന് ശേഷം എനിക്ക് വല്ലപ്പോഴൊക്കെ ഒരിക്കൽ പോകാൻ നോക്കും. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ചെല്ലുമ്പം പറയും ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോയിട്ടേ ഇവിടെ വരാവൂ. ഞാൻ ആരെങ്കിലും ഈ ഓല പിടിക്കണമല്ലോ, തുരുത്തി പിടിക്കാൻ വേണ്ടി ഞാൻ ആരെങ്കിലും കണ്ടെത്താം, അവനവൻ്റെ ജോലി കളഞ്ഞിട്ട് വേറെ ഒരു കാര്യവും ചെയ്യണ്ട എന്ന് അങ്ങനെ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ജോലിയില്ലാതെ വരണ ആ സമയങ്ങളിൽ ജോലിക്ക് വിളിക്കുന്നവരെ സമയം വരെ ഞാനവിടെ ഉണ്ടാവും. രാത്രിയും പകലൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് വയ്ക്കുന്നത് അന്നത്തെ ആഹാരം എന്ന് വെച്ചാൽ കാന്താരി മുളകും മരിച്ചിനിയും. വെളിയിൽ പറയാൻ പറ്റില്ല, എന്നാലും പുള്ളിക്ക് അതേ ആഹാരം മെയിനായിട്ടുള്ളത്. ഒരു കിഴങ്ങെടുത്ത് നമ്മൾ അവിച്ച് കഴിഞ്ഞാൽ പകുതി മാറ്റി വയ്ക്കാൻ പറയും. അതേപോലെ തന്നെ ഏത് സാധനം എടുത്താലും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ടാലും മാറ്റി വയ്ക്കാൻ പറയും. അതിന് വേണ്ടി ഇന്ന് ആൾ ഉണ്ടാവും എന്ന് പറയും. അന്നേ ദിവസം അത് ആളുണ്ടാവും. ഒരു പൈനാപ്പിൾ എൻ്റെ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഇവിടെ നമ്മൾ തെവങ്കോട് വെച്ചാണ്. ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ട് ചെത്തി കറക്റ്റ് ചെയ്തിട്ട് എന്നെ ചോദിച്ചു 101 കട്ട് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാനൊരു ആശാരിയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. പുള്ളിക്ക് അറിയാതെ പുള്ളിക്കറിഞ്ഞൂടായിരുന്നത് അറിഞ്ഞു വെച്ചും കൊണ്ട് 101 കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതിനെ 102 കട്ട് ചെയ്ത് 102 കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ഞാൻ ആ കട്ട് ചെയ്തതിൽ ഒരു ഭാഗം നമ്മളെ ഭഗവാനും കൊടുത്തു, ഒരു ഭാഗം ഞാനും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കെ അന്ന് 9 മണിയാകുമ്പോൾ ഈ 102 കഷ്ണവും തിന്നു. അതേപോലെ തന്നെ ഏത് സാധനം ഉണ്ടാക്കിയാലും പകുതി വെച്ചേക്കാൻ പറയും. അന്ന് ഞാനാണ് അവിടെ അടുക്കള പണി ചെയ്യണതും ഈ കിഴങ്ങുണ്ട്. അത് കൂടുതലൊന്നും ഉണ്ടാക്കില്ല, കിഴങ്ങ് മാത്രം തന്നെ ഉണ്ടാക്കി കഞ്ഞി. പിന്നെ ചിലത് ഒരാഴ്ച കഴിയുമ്പം ഇച്ചിരി കഞ്ഞി വയ്ക്കാൻ പറയും. അരിയും പയറും ഇട്ട് കഞ്ഞി വെച്ച് ഉള്ളിയും മുളകൊക്കെ ഇട്ട് ഇടി ചമ്മന്തി ഉണ്ടാക്കിയാണ് വയ്ക്കുന്നത്. അന്നും ഞാനിതുണ്ടാക്കും. പുള്ളി അകത്ത റൂമിൽ കിടക്കും, ഞാൻ വെളിയിൽ കിടക്കും. അങ്ങനെ ഞാൻ കുറേ കാലം കിടന്നു. പിന്നെ അവിടെയും കിടന്നു. എന്തായാലും ഏറെക്കുറെ ഞങ്ങളൊരു 8-9 വർഷത്തെ ഒത്ത് കിടക്കുകയും ഒത്ത് പെരുമാറുകയും ഒത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വന്നു ഒരു കാലഘട്ടം. പിന്നെ അത് കഴിഞ്ഞ് ഈ കാണിക്കോണത്ത് കിടന്ന സമയത്ത് ഒരു വീട്ടിൽ ശരിക്കും റോസാപ്പൂ, ശരിക്കെന്ന് വെച്ചാൽ അവരുടെ വീട്ടിന് ചുറ്റും റോസാപ്പൂ നട്ട് റോസ പൊടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ഡെയിലി 2 പൂ തരാമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞ് തരാമല്ലോ. അപ്പോൾ എവിടത്തേക്ക്? ഞാൻ പറഞ്ഞു അവിടെ ഒരു സ്വാമി. അപ്പോഴെൻ്റെ മനസ്സിൽ അങ്ങ് തോന്നി ഒരു സ്വാമിയുണ്ട്, സ്വാമി കൊടുക്കാനോ എന്ന് വെച്ചാൽ ഈ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അവിടെ 24 മണിക്കൂറും തിരി കത്തിച്ച് വയ്ക്കും. ഏകദേശം ഒരു ദിവസം ഒരു ഫുള്ളാകുമ്പം തന്നെ 10 കവർ ശാമ്പ്രാണി തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വായിൽ നിന്ന് വന്ന് ഈ സ്വാമിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു ശരി ഡെയിലി 2 പൂ പറിച്ചോ എന്ന് പറഞ്ഞു. അവിടെ എങ്ങനെയില്ലെങ്കിൽ 25 പൂവിന് മേളോട്ട് ഡെയിലി കിട്ടും. അപ്പോൾ ഈ 25 പൂവെന്ന് വെച്ചാൽ അവർക്ക് കടയിൽ കൊണ്ട് കൊടുത്ത ഒരു പൂവിന് അന്ന് 2 പൈസ 5 പൈസ എന്തോ ഉണ്ട്. അന്ന് ആ പൈസ കണക്കാണ്. 5 പൈസ 10 പൈസ എന്തോ കിട്ടും. ഞാൻ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ, അപ്പോൾ അവർക്ക് സമയം മോശമായി നിൽക്കുന്നതുകൊണ്ടാണ് എന്നെ എൻ്റെ അടുത്തത് കാണിച്ചതും എന്നെ അത് ചെയ്തത്. ലാസ്റ്റ് ഘട്ടത്തിൽ ഏകദേശം 1 വർഷം വരെ ഒരു വർഷം വരെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്ന് 2 പൂവ് എടുത്ത് കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ച് കഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് ചെന്ന് ഇവർ ഈ പൂവിനെ ഇങ്ങോട്ട് വാങ്ങിച്ച് കൈ കൊണ്ട് ഇങ്ങനെ ഞവടി
കൈ കൊണ്ട് ഞാൻ ഇവിടെ ഈ റോസേരം മണ്ടയിലൊന്ന് വാരി എറിഞ്ഞിട്ട് എൻ്റെ ചോക്കിട്ടിട്ട് അടിച്ച്. എന്നെ അടിച്ചതിനല്ല എനിക്ക് വിഷമം, എന്നെ ഇപ്പുറത്തും കൂടെ അടിച്ചാൽ ഞാൻ കാണിച്ചു കൊടുക്കും, അത് വേറൊരു കാര്യമായിരുന്നു. ഈ പൂവിനെ വാങ്ങിച്ച് പിച്ച് കളഞ്ഞപ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞു. ഈ അടിയുടെ സങ്കടം കൊണ്ടല്ല കരഞ്ഞത്, പൂ പിന്നെ പിച്ച് കളഞ്ഞു. ഞാൻ അതിനെ കണ്ടെന്ന് എൻ്റെ കയ്യിൽ എൻ്റെ ഒരു പൂ ഇരുന്നതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ തട്ടി കളഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് വന്ന് വേറൊരു വീട്ടിൽ വന്ന് തുളസിപ്പൂവും എടുത്ത് അവിടെ നിന്ന് കുറേ പൂവുകളുമായിട്ടൊക്കെ എടുത്ത് ഞാൻ അവിടെ ചെന്നപ്പം സാമ്പ്രാണിതിരി കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആശാൻ കുനിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ചോദിച്ച് ഇന്ന് പൂ കിട്ടിയില്ല, അല്ലെങ്കിൽ റോസാ പൂ കിട്ടിയില്ല. പുള്ളി അറിഞ്ഞിരിക്കണേ എന്നെ ഇങ്ങനെ എൻ്റെ ചോക്കിട്ടി അടിച്ച കാര്യം, ഞാൻ പറഞ്ഞുമില്ല. കുറച്ച് കഴിഞ്ഞ് എന്നോട് ചോദിച്ച് പൂവൊക്കെ പിടിച്ച് വാങ്ങിച്ചിട്ട് അവർ ഇത് ചോക്കലിങ്ങനെ അടിച്ചു തരുന്നു അല്ലേ? ഞാൻ ഒന്നും മിണ്ടില്ല, ഞാൻ സംസാരിച്ചില്ല, ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല. ശരി പോട്ടെ, സാരമില്ല. ഇനി അവരെ കാമ്പൗണ്ടിൽ ആ റോസയും ഉണ്ടാവില്ല, പൂവും കാണില്ല, റോസയും കാണില്ല പറഞ്ഞു. സത്യത്തിൽ ഞാൻ മിക്കവാറും ഞാൻ ഉറക്കൊഴിച്ച് കാണുന്ന അവരുടെ വീട്ടിലാണ്. ഞാൻ അങ്ങനെയാണ് താമസിക്കുന്നത്, റോഡിനപ്പുറം ഇപ്പുറം എന്നുള്ളതേ ഉള്ളൂ. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പം റോസ വാടി തുടങ്ങി. നല്ല മഴക്കാലമാണ്, അത് വാടായി. എന്നെയല്ലേ അടിച്ചത് അവർ. സത്യത്തിൽ 2 റോസാപ്പൂവിനെ എന്നെയല്ലേ അടിച്ചത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എൻ്റെ മാമനല്ല, സത്യം. അതിനുശേഷം ഞങ്ങളിതുപോലെ കിടന്നു. അത് റോസാപ്പൂ അങ്ങ് കുറേ നാളായപ്പോൾ വാടി ഇങ്ങനെ ഒക്കെ നിൽക്കുന്നു, അങ്ങുമായി. പിന്നെ റോസപ്പട്ട് അവിടെ നിന്നൊക്കെ ഞങ്ങൾ നേരെ ഇനി പൂവിൻ്റെ കാര്യമെല്ലാം കളഞ്ഞു പോകുന്നു. അപ്പോൾ അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ വെള്ളമടിച്ച 2 പേച്ചും അവർ കുറേ കാലം ബുദ്ധിമുട്ടിയെ അവരുടെ ജീവനെടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ സംഭവിച്ചു. അതിനുശേഷം തേവങ്കോട് ആശ്രമത്തിൽ വന്നു. നമ്മളെ തമിഴ്നാട് കന്യാകുമാരി ബസ് ഞാനും കൂടെ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞ് കൈ കാണിക്കാൻ പറഞ്ഞു. അന്ന് അവിടെ സ്റ്റാഫില്ല. നിങ്ങളുടെ അച്ഛൻ വരെ അത് കൈ അടിച്ചിട്ട് പോലും വണ്ടി നിർത്തിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാൻ പിറകെ ഓടുന്നു, പുള്ളിക്കാർ എങ്ങനെ നടന്നു വരുന്നു, ചിന്താലയത്തിൻ്റെ ആ പരമാവർത്തൻ നടന്നു വരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓടയും വേണ്ട ചാടയും വേണ്ട, വണ്ടി അവിടെ തന്നെ ഉണ്ടാവും, ഞാൻ ചെന്ന് കയറിയതിന് ശേഷം വണ്ടി പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവിടെ കാണിക്ക കുരിശടിയുടെ അടുത്ത് വണ്ടി കിടക്കുകയായിരുന്നു. കുരിശടിയിൽ വള്ള വിളിച്ചെന്നത് വണ്ടി ഓഫായിട്ട് കണ്ടക്ടറും ഡ്രൈവറും ഇവന്മാരിറങ്ങി വണ്ടിയുടെ ഡ്രൈവറിൽ നോക്കി ഈ ബോഡിയൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ബഹുമാനപ്പെട്ട സ്വാമിജി അവിടെ ചെന്ന് കുട്ട്പാടിക്കാരും പറഞ്ഞ് വണ്ടി പോകില്ലെന്ന് പറഞ്ഞു. മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങ് നേരെ വണ്ടിക്കകത്ത് കയറി ബാക്കിലൊരു സീറ്റ് കിട്ടി. ബാക്കിലൊരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, സീറ്റ് ഇരുന്ന്. അപ്പോൾ കള്ളിക്കാട്ടി വന്നപ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് സീറ്റിൽ. ആ ഒറ്റ സീറ്റിൽ അവർ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഞാൻ പിന്നീട് അറിയാൻ കാര്യം. അത് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ സീറ്റ് കിട്ടിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് എനിക്ക് കള്ളിക്കാട് വരെ ബാക്ക് സീറ്റ് കിട്ടിയുള്ളൂ, അത് കഴിഞ്ഞ് എനിക്ക് അവർ എന്നെ കൊണ്ടുവന്ന് ഒറ്റ സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തി തന്നു, ഡ്രൈവറുടെ സീറ്റിൻ്റെ അടിയിൽ. അപ്പോൾ അതും ഭയങ്കര ഒരു അനുഗ്രഹം തന്നെ. ആ വണ്ടി സ്വാമിയിൽ നിന്ന് കയറിയതിന് ശേഷം വണ്ടി ഓണായി. വണ്ടി കന്യാകുമാരി പോയിട്ട് വന്ന് 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ആ 3 ദിവസം ചുമതല എനിക്കായിരുന്നു. വരണവരോട് പറഞ്ഞാൽ മതി 3 ദിവസം കഴിഞ്ഞേ ഇവിടെ വർക്ക് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അന്ന് ആ 3 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള കട്ടൻ ചായയും ഞാൻ വീട്ടിൽ പോലും വരില്ല, കട്ടൻ ചായ അവിടെ നിന്നുള്ള എന്താണോ ഉള്ളത് അത് കഴിച്ചിട്ട് 2 ബിസ്ക്കറ്റാണെങ്കിൽ അങ്ങനെ അതും കഴിച്ചും കൊണ്ട് ഞാനവിടെ ഈ 3 ദിവസം കഴിഞ്ഞു. 3 അന്നറിഞ്ഞ് എനിക്ക് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കുറേ പലഹാരങ്ങൾ കൊണ്ടുവന്നു, എനിക്ക് എൻ്റെ വയറ് നിറച്ച് തന്നു. അങ്ങനെ എനിക്ക് ഒരു 8-9 വർഷം എൻ്റെ ചേട്ടനായിട്ട് എനിക്ക് വളരെ രീതിയിൽ പെരുമാറാനും ഇടപെടാനും ഞാൻ ഇന്ന് ഈ നിലയ്ക്ക് വരാനും ബഹുമാനപ്പെട്ട ചിന്താലയം. പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിൽ പോത്തങ്കോട് ആശ്രമത്തിൽ പോത്തങ്കോട് അന്ന് ആശ്രമം ഇല്ല, പോത്തങ്കോട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് ഞാൻ തുരുത്തി പിടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ഞങ്ങൾ ഇതിലായിരുന്നു. അങ്ങനെ ഈ സമാധി ആവണേനും ഒരു 2 വർഷത്തിന് മുമ്പേ ഞാൻ പ്രദീപിനെ വിളിച്ചും കൊണ്ട് ഞാനാണ് പ്രദീപിനെ വിളിച്ചും കൊണ്ട് അവിടെ പോകുന്നത്. പ്രദീപ് പോകണമെന്ന് എൻ്റെ അടുത്ത് താല്പര്യപ്പെട്ടു. ഞാൻ പറഞ്ഞടാ നമുക്കൊരു ദിവസം പോവാം, നീ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു ദിവസം പോവാം, ഞാൻ പോകുമ്പം വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രദീപിനെയും കൂട്ടി പോത്തങ്കോട് ചെന്നിട്ടുണ്ടെന്ന്. അവിടെ പൊതുയോഗം നടക്കുന്ന ദിവസമാണ്. ഞങ്ങൾ രാവിലെ ചെന്നിരുന്നു, 3 മണിക്ക് പൊതുയോഗം.
പൊതുയോഗത്തിന് തന്നെ അന്നൊരു 10, 15, 20 പേരുമൊക്കെ വന്ന് ഇങ്ങനെ ആ ഹാളിലിരിക്കുകയായിരുന്നു. അപ്പം പറഞ്ഞ് പൊതുയോഗം നടക്കുന്നുണ്ട്, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഭഗവാനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടേ പോകും. അതുകൊണ്ട് പറയുക, കള്ളിക്കാട്ടിൽ നിന്ന് ഇങ്ങനെ എൻ്റെ പേര് പറഞ്ഞാൽ അവിടെ അറിയാം. ഞാൻ 2 പേര് കൊടുത്തിട്ടുണ്ട്, ആ 2 പേരും പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ശരി ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ചോദിച്ചിട്ട് വന്നിട്ട് പറയാൻ പറഞ്ഞു. അവിടെ പോയി ചോദിച്ചാൽ പറഞ്ഞ് കയറ്റിവിടാം, അത് എനിക്ക് വേണ്ടത്തക്ക ആളാണ് അവിടെ വെളിയിൽ നിൽക്കുന്നത്, കയറ്റിവിടാൻ പറഞ്ഞു. അങ്ങനെ എന്നെയും പ്രദീപിനെയും കയറ്റിവിട്ടപ്പോൾ ഞങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ പോയി, അവിടെ ഇരുന്നത് വെളിയിൽ ചമ്മണം മുളഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചത്, ഞാൻ വിചാരിച്ചു 3-4 വർഷം കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ പോവാത്ത കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും അടുപ്പിച്ച് മരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു 2 വർഷം കഴിയട്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഈ മരണമൊക്കെ അല്ലേ ഒരിക്കലും ഒരു വിഷമം എല്ലാവരും കൊണ്ടും പൊതുവേ ഒരു വിഷമത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പോകാത്തത്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ എന്നോട് ചോദിക്കുന്നത്, സ്വാമി ചോദിച്ചതാണ് എൻ്റെ അടുത്ത്, ഞാൻ വിചാരിച്ചു ബെന്തിക്കോസിലെല്ലാം ചേർന്നിട്ടുണ്ടായിരിക്കും, ഇങ്ങോട്ടെങ്ങും കാണാനില്ല, എന്നെ മറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവൻ പോകുന്നത്, ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ജീവൻ പോകുന്നത് വരെ ഞാൻ മറക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് മറക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കാപ്പിയുണ്ട്, കാപ്പി കുടിക്കണം, ഉച്ചയ്ക്ക് ചോറുണ്ട്, അത് കഴിക്കണം, കഴിച്ചിട്ട് പോയിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാനും പ്രദീപും അവിടെ കയറി കാപ്പി കുടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും പോകില്ല, ഞങ്ങൾ ഒരു കുറച്ച് ഉച്ച കഴിഞ്ഞേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പം പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് കണ്ടു. അതിനുശേഷം ഞാൻ 2 തവണ വീണ്ടും പോയി കണ്ടു. പിന്നെ സമാധിയുടെ ഒരു 3 ദിവസത്തിന് മുമ്പേ ഞാൻ പോയി കണ്ടപ്പോൾ പറഞ്ഞു, സുഖമില്ല, ഇങ്ങനെ കയറ്റിവിടില്ല എന്ന് പറഞ്ഞു. സുഖമില്ല, കയറ്റിവിടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, അകത്ത് കയറി കണ്ട, എനിക്ക് ജനൽ തുറന്നെങ്കിലും കാണണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചുകൊണ്ട് അവർ ജനൽ തുറന്ന് എന്നെ കാണിച്ചു തന്നു. ഞങ്ങൾ പരസ്പരം കണ്ടു, എൻ്റെ അടുത്ത് സംസാരിച്ചു, ഞാനും സംസാരിച്ചു. ജോലി ഉണ്ടെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു, ജോലി ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ശ്രീകാര്യത്തെ ജോലി എന്ന് പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സമാധി ആയതിനു ശേഷം ആയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പിറ്റേന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ സമാധിയല്ല, ബാക്കിയുള്ള ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. എനിക്കതിൽ ഭയങ്കര നിരാശയും സങ്കടവുമുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ അതിന് ശേഷം ഞാൻ 3 ദിവസം അവിടെ പോയി സാഷ്ടാംഗം വീഴുന്നു. പിന്നെ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം എനിക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഞാനങ്ങ് പോകും. ഞാൻ ഒറ്റയ്ക്കായിരുന്നാലും ബസ്സിലായിരുന്നാലും പോയി അങ്ങനെയാണ്. അപ്പം ഇത്രയും മാത്രമേ എനിക്ക് പറയണം. എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആദ്യം ഞാൻ ചേട്ടനായിട്ട് കൊണ്ടു നടന്നു, രണ്ടാമത് എൻ്റെ ഭഗവാനായിട്ട് ഞാൻ കൊണ്ടു നടക്കുകയാണ്. ഇന്നും അങ്ങനെയാണ്. ഭഗവാനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഭദ്രമായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ ഭഗവാനോട് ഞാൻ 1000 നന്ദി നമസ്കരിക്കുന്നു. ഇപ്പോൾ ഭഗവാനെക്കുറിച്ച് വളരെ, അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഭഗവാന്റെ അടുത്ത് പോകുന്നതിന് മുമ്പുള്ള ആവാനാണ് സാധ്യത. കാരണം ഞാൻ ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് അന്ന് അവിടെ വരാറുണ്ട് ഒക്കെ ആണെങ്കിലും ഈ സംഭവങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഭഗവാന്റെ പഴയ ആൾക്കാർ, ഇതുപോലെ ഉള്ള ആൾക്കാരെ ആർക്കും അറിഞ്ഞുകൂടാ. ഇന്ന് ഉള്ള ആശ്രമവാസിയേക്കോ ആശ്രമത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർക്കോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഈ ചാനലുള്ളത് കൊണ്ടാണ് എല്ലാവരുടെ മുമ്പിൽ എത്തിക്കാൻ ഭഗവാൻ അനുവാദം തന്നത്. ചിലപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും എന്നെ കൊണ്ട് ഈ ചാനൽ തുടങ്ങിച്ചതും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. ഇതുപോലെ ഉള്ള ഭഗവാന്റെ പഴയ ആൾക്കാർ അവരെ ഈ ചാനലിലേക്ക് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം വരാൻ, എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിക്കുകയാണെങ്കിൽ അവരെ ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ എടുത്ത് ചാനലിലൂടെ കൊണ്ടുവരാം. കാരണം ഭഗവാന് ഇഷ്ടമുള്ളവരെ എല്ലാവരും അറിയണം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.